ഹായ് ഫ്രണ്ട്സ്, അബീസ് വിക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2024 അവസാനത്തോടെ നമ്മുടെ BRP എല്ലാവർക്കിടെയും തന്നെ എക്സ്പയർ ആവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് ഈ വിസേനെ പറ്റി. പക്ഷേ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും ഒരു ടെൻഷനുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെ എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക് വന്ന ഏറ്റവും കൂടുതൽ വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും മെസ്സേജ് വന്ന്, ബ്രോ എനിക്ക് ഇമെയിൽ വന്നു ഈ വിസ ചെയ്യാനുള്ള, പക്ഷേ എനിക്ക് ഇമെയിൽ വന്നില്ല. ഈ രണ്ട് പേർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റണ ഒരു വീഡിയോ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ എടുക്കുക, ലാപ്പിൽ ഈ വീഡിയോ ഓണാക്കി വയ്ക്കുക, നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. യാതൊരു മിസ്റ്റേക്കും ചെയ്യേണ്ട. ഇപ്പം ഓൾമോസ്റ്റ് എൻ്റെ വൈഫിൻ്റെ ചെയ്ത് കിട്ടി, മെസ്സേജ് വന്നു സക്സസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് നിങ്ങൾക്ക് വിചാരിച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരോടും പെട്ടെന്ന് തന്നെ ചെയ്തോളാൻ പറ. ഇപ്പോൾ ഈ ഷെങ്കൻ വിസയ്ക്ക് എടുത്ത് ട്രാവൽ ചെയ്യണവർ നേരത്തെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി അങ്ങോട്ടേക്ക് ഇതൊരു ഡിലേ ആവാനുള്ളൊരു സംവിധാനം ഉണ്ടാകും. കാര്യം ഇത്രയും പേര് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം ഒബ്വിയസ്ലി ഡിലേ ആവും. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് UK ഇ വിസ ആപ്ലിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഹൗ ടു ആക്സസ് യുവർ ഇ വിസ. അതായത് നമുക്കൊരു UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ UK ഇമിഗ്രേഷൻ ID ചെക്കും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മൾ ഫോണിലാണ് ചെയ്യുന്നത്. അപ്പം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. മൊബൈൽ ഫോൺ നമ്പർ വേണം, ഒരു ഇമെയിൽ അഡ്രസ്സ് വേണം, നമ്മുടെ ഒരു BRP കാർഡും ആവശ്യമായിട്ടുണ്ട്. അത്രയും നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം സ്റ്റാർട്ട് നൗ കൊടുക്കുക. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന്, അത് യെസ് കൊടുക്കുക. പിന്നെയും ഒന്നുകൂടെ ചോദിക്കും ഇപ്പോഴും സ്ഥിരമായിട്ട് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് തന്നെ കൊടുക്കുക ആപ്ലിക്കേഷനിൽ. അപ്പോൾ വാലിഡ് ആണോ എന്ന് ചോദിക്കും, അതായത് എക്സ്പയറേഷൻ നടന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സ്പയറി ഒന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് യെസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻ കേസ് നമ്മുടെ എക്സ്പയറി ആയിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ എ ഇയർ എഗോ അങ്ങനെ ഏത് ഓപ്ഷനാണോ അത് കണ്ടിന്യൂ വെച്ച് കൊടുക്കുക. പിന്നെ ക്രിയേറ്റ് എ UK വിസ ഇമിഗ്രേഷൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം, ബയോമെട്രിക് റെസിഡൻസ് കാർഡിൻ്റെ നമ്പർ, ആ പെർമിറ്റ് കാർഡിലെ നമ്പർ വേണം. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ, ഈ രണ്ടും വേണം കാര്യം പറഞ്ഞ. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക. അപ്പം ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഫോൺ നമ്പർ വേണം. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. അടുത്തത് നമ്മളോട് പറയുന്നത് ക്രിയേറ്റിംഗ് ആൻ അക്കൗണ്ട് ഫോർ സംവൺ എൽസ്. അതായത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും വേണം, BRP കാർഡിൻ്റെ നമ്പറും വേണം. ഓക്കെ, നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പം നമ്മൾ ആ അക്കൗണ്ടിൽ കയറുമ്പോഴും നമ്മളോട് നമ്മുടെ BRP കാർഡിൻ്റെ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പറും എപ്പോഴും ചോദിക്കും. അതിലോട്ടൊരു OTP വന്ന് അത് കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും സൈൻ ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഹൂ ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ. അതായത് നമുക്ക് തന്നെ വേണ്ടിയിട്ടാണെങ്കിൽ നീ കൊടുക്കുക, വേറെ ആർക്കായാലും വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പാർട്ട്ണർക്കോ ചൈൽഡിനോ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സമോൺ എൽസ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത നമ്മളോട് ചോദിക്കുന്നത് യുവർ നെയിമാണ്. നമ്മുടെ BRPയിൽ അല്ലെങ്കിൽ പാസ്പോർട്ടിൽ ഫസ്റ്റ് നെയിം എന്താണോ അത് ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ഗിവൺ നെയിമിൽ കൊടുക്കുക. സർനെയിം എന്ന് പറയുന്നത് അടുത്ത സെക്ഷനിൽ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അത് ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ കൺട്രി ഓഫ് നാഷണാലിറ്റി ആണ്. നമ്മൾ ഇന്ത്യൻ ആയതുകൊണ്ട് IND എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്നുള്ള അത് വരും, ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ വിച്ച് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് യു ആർ യൂസിങ്, അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് BRP ആയതുകൊണ്ട് BRP കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത നമ്മളോട് പറയുന്നത് എൻ്റർ യുവർ BRP ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പം ആ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ BRP കാർഡ് എടുത്ത് വെച്ചിട്ട് അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന യുണീക്ക് നമ്പർ ഉണ്ടായിരിക്കും 6 കൂട്ടിയിട്ട്, ആ നമ്പർ അവിടെ കൊടുക്കുക. എക്സ്പയറി ഡേറ്റ്, BRPയിൽ എന്താണോ നമ്മുടെ എക്സ്പയറി ഡേറ്റ് ആ എക്സ്പയറി കൊടുക്കുക. ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ BRPയിൽ 31 ഡിസംബർ 2024 എന്നായിരിക്കും. പക്ഷേ നമ്മുടെ എന്താണോ അവരവരുടെ BRPയുടെ എന്താണോ എക്സ്പയറി ഡേറ്റ് കിടക്കുന്നത് അത് കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തത് വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് അടുത്തത് കണ്ടിന്യൂ കൊടുക്കുക.
നെക്സ്റ്റ് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിനും ആവശ്യമാണ്. അവർ നമ്മുടെ ഡിസിഷനൊക്കെ അതിലോട്ടാണ് നമുക്ക് മെയിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള മെയിൽ അഡ്രസ്സ് തന്നെ അവിടെ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇനിയും നമ്മൾ ഈ കൊടുത്ത മെയിൽ ഐ ഡിയിലോട്ട് ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ടായിരിക്കും. ആ സെക്യൂരിറ്റി കോഡ് ഇവിടെ കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് നമ്മുടെ ഫോൺ നമ്പറാണ്. ഈ പറഞ്ഞ പോലെ തന്നെ +44 എന്ന് ചേർത്ത്, നമ്മൾ യു കെയിലത്തെ ഫോൺ നമ്പറാണ്, നമ്മൾ യു കെയിൽ നിന്നാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ യു കെയിലെ ഫോൺ നമ്പർ +447, 0 ചേർക്കേണ്ട ആവശ്യമില്ല, +447 ചേർത്തുള്ള നമ്മുടെ നമ്പർ കൊടുക്കുക. ഈ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നേരത്തെ വന്ന പോലെ തന്നെ ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് OTP നമുക്ക് വരും. അതും കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഇനി നമ്മുടെ ഈ അക്കൗണ്ട് വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിതൊരു ഫ്രണ്ടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർക്ക് വേണ്ടി ചെയ്യുന്നത്, നമ്മളെ കൂടാതെ ഒരാൾക്കൂടെ ഈ അക്കൗണ്ടിൽ ആക്സസ് വേണമെങ്കിൽ യെസ് കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് മുന്നോട്ട് പോവുക. അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം സ്പെല്ലിങ്ങും ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ഫോൺ നമ്പർ മെയിൽ ID എല്ലാം ഓക്കെ ആണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് UK വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ആയി എന്നും പറഞ്ഞിട്ടാണ്. ഈ ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് സൈൻ ഇൻ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ സൈൻ ഇൻ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ നമ്മുടെ കൊടുത്ത ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് അത് വേണം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം, ഫോൺ നമ്പർ അല്ലെങ്കിൽ മെയിൽ IDയിലോട്ടൊരു OTP വരും, അത് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയും വരേണ്ടത് നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണ്. അപ്പോൾ വാട്ട് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് യു യൂസ് വെൻ യു ക്രിയേറ്റഡ് യുവർ അക്കൗണ്ട് ചോദിക്കും. നമ്മളെല്ലാവരും തന്നെ BRP ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് BRPയിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ BRP നമ്പർ അവർ ചോദിക്കുന്നുണ്ട്. ആ നമ്പർ അവിടെ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇനി നമുക്ക് ഏതിലോട്ടാണോ OTP വരേണ്ടത്, നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഫോൺ ആണെങ്കിൽ ഫോണ്, മെയിൽ ID ആണെങ്കിൽ മെയിൽ ID, അതിലോട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അതിലോട്ടൊരു OTP വരും. ആ OTP ആണ് അടുത്ത് നമ്മൾ സെക്യൂരിറ്റി കോഡിൻ്റെ കോളത്തിൽ കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ലിങ്ക് യുവർ e-visa ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കൺഫേം യുവർ ഐഡൻറ്റിറ്റി ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് പേജിലോട്ട് സ്റ്റാർട്ടാവും. ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാനായിട്ട് UK ഇമിഗ്രേഷൻ ID ചെക്ക് ആപ്പ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ചെക്ക് യു ഹാവ് എ റൈറ്റ് സ്മാർട്ട് ഫോൺ, അതായത് നമുക്കൊരു സ്മാർട്ട് ഫോൺ ഇതിനായിട്ട് യൂസ് ചെയ്യണം. iPhone 7 അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള മോഡലിലെല്ലാം ഇത് യൂസ് ചെയ്യണം. അതായത് NFC യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ മാത്രമേ നമുക്ക് ഈ ഒരു സംഭവത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ സ്മാർട്ട് ഫോൺസും, പുതിയതായ എല്ലാ സ്മാർട്ട് ഫോൺസിനും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഡു യു ഹാവ് ആക്സസ് ടു വൺ ഓഫ് ദീസ് ഫോൺസ് എന്നവർ ചോദിക്കുമ്പോൾ നമ്മൾ യെസ് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് കണ്ടിന്യൂ ഓൺ ദി ആപ്പ്, ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോൺ എടുത്തിട്ട് UK ഇമിഗ്രേഷൻ ID ചെക്ക് എന്ന് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ പോയി ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ വിസിബിൾ ആവും. ഒരു പർപ്പിൾ കളറിലെ ആപ്ലിക്കേഷനാണ്. അത് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് അകത്തോട്ട് കയറി കഴിയുമ്പോൾ അതിൽ 2 ഓപ്ഷൻസ് കാണിക്കും. ഒന്ന് QR കോഡും അടുത്തത് കണക്ഷൻ കോഡുമാണ്. ലാപ്ടോപ്പിലൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ കണക്ഷൻ കോഡ് എന്നുള്ളത് ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 6 ആൽഫബറ്റ്സ് ലെറ്റർ കാണിക്കും. ആ ലെറ്റർ നമ്മൾ ഇവിടെ കൊണ്ടുപോയി ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ആപ്ലിക്കേഷനും നമ്മുടെ ഫോമും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകും. ഓക്കെ, കണക്ഷൻ ആയി കഴിയുമ്പോൾ നമ്മൾ കണക്റ്റ് കൊടുക്കുക. ഈ കണക്റ്റ് കൊടുത്ത് നമ്മുടെ ആപ്ലിക്കേഷനും നമ്മുടെ ഫോമും തമ്മിൽ കണക്റ്റ് ആയി കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോണിലാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഫസ്റ്റ് തന്നെ നമ്മളോട് അവർ പറയുന്നത് BRPയുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ഫോട്ടോസ് എടുക്കുക. അപ്പം ഫസ്റ്റ് ബാക്ക് സൈഡ് ഫോട്ടോ എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് സൈഡ് ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫോണിൻ്റെ കവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊരിയിട്ട് അടുത്ത് നമ്മളോട് പറയുന്നത് NFC സ്കാൻ ചെയ്യാനാണ്. അതായത് നമ്മുടെ BRPയിലൊരു ചിപ്പുണ്ട്, ആ ചിപ്പ് നമ്മുടെ ഫോണുമായിട്ട് NFC സ്കാനിങ് നടത്തുക. അപ്പം നമ്മൾ ജസ്റ്റ് BRP കാർഡ് ഫോണിൻ്റെ ബാക്കിലോട്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും.
അപ്പോൾ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ അവിടെ തന്നെ നമ്മൾ BRP സ്റ്റഡി ആയിട്ട് വെക്കുക. അപ്പം അവിടെ ഒരു കണക്റ്റിംഗ് എന്ന് കാണിച്ച് അത് പ്രൊസീഡ് ആവും. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫേസ് ഡിറ്റക്ഷനാണ്. അപ്പം നമ്മൾ ഒരു ഫേസ് സ്കാനിങ് ആണ് അവിടെ നടക്കുന്നത്. ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു സർഫസ് വന്നിട്ട് നമ്മുടെ ഫേസ് അവർ സ്കാൻ ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മളോട് പറയും ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഒബ്ജക്ട്സ് ഒന്നും പാടില്ല, ഷാഡോ വരാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലുള്ള പരിപാടി കഴിഞ്ഞു. അതായത് ഫോണിലെ ഈ ആപ്ലിക്കേഷൻ UK ഇമിഗ്രേഷൻ ID ചെക്ക് ത്രൂ ഉള്ള ആപ്ലിക്കേഷനിലുള്ള പരിപാടി കഴിയും. അടുത്തത് പിന്നെ നമ്മൾ ഒന്നുകൂടെയും സൈൻ ഇൻ ചെയ്യുക. ഏത് ത്രൂ ആണ് ചെയ്യുന്നത്, വാട്ട് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് BRP കൊടുക്കുക. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ BRP നമ്പർ കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ആദ്യം ചെയ്ത പോലെ തന്നെ എപ്പോഴും സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇത് തന്നെ അവർ ചോദിക്കും ഒന്നുകൂടെയും. ഇനി ഏതിലോട്ടാണ് OTP വരേണ്ടതെന്ന് അവർ ചോദിക്കും. അത് ഏതാണെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് OTP വരേണ്ടത് കൊടുക്കുക. സെക്യൂരിറ്റി കോഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഫോം കാണിച്ചിട്ടുണ്ട്, അത് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ കയറി കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് സക്സസ്ഫുൾ ആണ്, കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. കൺഫേം യുവർ ഐഡൻറ്റിറ്റി കംപ്ലീറ്റഡ് ആണ്. അടുത്ത് നമ്മുടെ ലൊക്കേഷനാണ്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ആർ യു ഇൻ ദ UK നൗ, നമ്മളിപ്പോൾ UK ഉണ്ടോ എന്നാണ്. യെസ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. നോ ആണെങ്കിൽ അതുപോലെ ഔട്ട് സൈഡ് UK ആണെങ്കിൽ നോ കൊടുക്കുക. അടുത്തത് ഒന്നുകൂടെ അത് ചോദിക്കും ആർ യു ഇൻ ദ UK, അത് ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് കോൺടാക്ട് പ്രിഫറൻസസ് ആണ്. കോൺടാക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തിലൊക്കെ ത്രൂ ആണ്. അപ്പം ഒരു മെയിൽ ID നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മെയിൽ ID തന്നെയാണെങ്കിൽ അത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്തതെന്ന് പറയുന്നത് ഫോൺ നമ്പർ. ഏത് ഫോൺ നമ്പറാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. വേറെ വേണമെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജ് എന്ന് പറയുന്നത് ഈ 2 ആൻസേഴ്സും ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അടുത്തതെന്ന് പറയുന്നത് അക്കൗണ്ട് സെക്യൂരിറ്റിയാണ്. അക്കൗണ്ട് സെക്യൂരിറ്റിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അതായത് യുണീക്കായിട്ട് നമുക്ക് മാത്രം അറിയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് നടന്ന ടൗണിൻ്റെ പേര്. ഓരോ സെറ്റിലും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ആൻസർ ചെയ്യുക. എന്നിട്ട് ഈ ആൻസേഴ്സ് നമുക്ക് ചെക്ക് യുവർ ആൻസേഴ്സിൻ്റെ അകത്ത് വരും. അപ്പം ഇൻ കേസ് നമ്മൾ മറന്നു പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് സബ്മിറ്റ് റിക്വസ്റ്റ് ആണ്, ഡിക്ലറേഷൻ ആണ്. നമ്മൾ ഡിക്ലെയർ ചെയ്യാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പേഴ്സൺ സബ്മിറ്റിംഗ് ദി ഇൻഫർമേഷൻ ആൻഡ് ഐ ആം ഏജ്ഡ് ഓവർ 18. നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. ഇൻ കേസ് നമ്മുടെ ചൈൽഡിന് വേണ്ടിയിട്ട് നമ്മൾ കിഡ്സിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഐ ആം ദി പേരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഓഫ് ദി പേഴ്സൺ ഹു ഈസ് ഏജ്ഡ് അണ്ടർ 18 അത് കൊടുക്കാം. നമ്മളൊരു ഫ്രണ്ട്സിന് കൊടുക്കുകയാണെങ്കിൽ 4th ഓപ്ഷൻ കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അതാണ് ഡിക്ലറേഷനിൽ വരിക. അപ്പോൾ ഡിക്ലറേഷൻ നമ്മൾ ചെയ്തു. അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഫോർമേഷൻ എല്ലാം ഓക്കെ ആണ്. ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് നമ്മൾ ഓക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓക്കെ ആണെങ്കിൽ കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഇതുകൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. നമുക്ക് കാണിക്കും യുവർ ഇൻഫർമേഷൻ ഹാവ് ബീൻ സബ്മിറ്റഡ്. യുവർ റെഫറൻസ് നമ്പർ എന്ന് പറയുന്നത് നമുക്കായിട്ടൊരു യുണീക്ക് റെഫറൻസ് നമ്പർ ഉണ്ടാകും. പിന്നെ അവർ പറയുന്ന അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ മെയിൽ IDയിലോട്ട് എല്ലാ വിവരങ്ങളും ചെന്നിട്ടുണ്ട്. ഈ വിസയിൽ എന്താണോ അടുത്ത സ്റ്റെപ്പ് ഇനിയും നമുക്ക് നമ്മുടെ സക്സസ്ഫുൾ ആയെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് UK ഇമിഗ്രേഷനിൽ ആവശ്യമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇനി നമ്മുടെ മെയിൽ ത്രൂ ആയിരിക്കും നമ്മളോട് ബന്ധപ്പെടുക. അപ്പോൾ ജസ്റ്റ് മെയിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പം ഇപ്പം തന്നെ നമ്മുടെ മെയിലിൽ നമ്മുടെ യുണീക്ക് റെഫറൻസ് നമ്പർ ചേർത്ത ഒരു മെയിൽ വന്നിട്ടുണ്ടാവും, അത് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വിസ ആപ്ലിക്കേഷൻ.